അതിജീവിതയെ സൈബറിടത്തിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി. രാഹുലിനെതിരെ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. വിധി തിരിച്ചടിയായതോടെ രാഹുൽ ഈശ്വർ നിരാഹാര സമരം അവസാനിപ്പിച്ചു. തെറ്റുകൾ ഏറ്റുപറഞ്ഞ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പോസ്റ്റുകൾ നീക്കം ചെയ്യാമെന്ന് കോടതിയെ അറിയിച്ചു. അതിജീവിതകൾക്കെതിരെ ഇനി പോസ്റ്റുകൾ ചെയ്യില്ല. ക്ലൌഡിൽ നിന്നടക്കം പോസ്റ്റുകൾ നീക്കം ചെയ്യുമെന്നും രാഹുൽ കോടതിയിൽ ഉറപ്പു നൽകി. ഇതുവരെയും അന്വേഷണവുമായി രാഹുൽ സഹകരിച്ചില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. നിരാഹാര സമരം തുടരുന്നതിനാൽ രാഹുലിനെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. രാഹുലിനെ കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിജീവിതയെ അധിക്ഷേപിച്ചതിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിലയിരുത്തിയ കോടതി ഇത്തരം പോസ്റ്റുകൾ രാഹുൽ നിരന്തരം ചെയ്തിട്ടുണ്ടെന്ന് നിരീക്ഷിച്ചു. നിരാഹാര സമരം അന്വേഷണത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയായിരുന്നു. ജാമ്യം നൽകുന്നത് ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. കോടതിയും നിലപാട് കടുപ്പിച്ചതോടെയാണ് രാഹുൽ നിരാഹാരം അവസാനിപ്പിച്ചത്. ഭക്ഷണം കഴിക്കാൻ തയ്യാറാണെന്ന് ജയിൽ അധികൃതരെ രാഹുൽ അറിയിക്കുകയും ചെയ്തു. സൈബർ പോലീസ് നൽകിയ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി പ്രൊട്ടക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. കേസ് പരിഗണിക്കുന്ന 10-ാം തീയതി രാഹുലിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് സൈബർ പോലീസിന്റെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.